ചക്കപ്രഥം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ പോകുന്നത് ഒരുപാട് പാടുപെട്ടുണ്ടാക്കേണ്ട ഒരു പായസം എന്നാകുമല്ലോ അല്ലേ. എന്നാൽ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പായസം അങ്ങ് ഉണ്ടാക്കിയാലോ നമുക്ക്. ഇതെൻ്റെ അമ്മുമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. അമ്മുമ്മയുടെ കുട്ടിക്കാലത്തൊക്കെ ചക്ക കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ പായസം ഉണ്ടാക്കി കൊടുക്കത്രേ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. അപ്പം ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഇതാ നല്ല പഴുത്ത വരിക്കച്ചക്ക കിട്ടി. അപ്പം അതുകൊണ്ടുണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഓണം നിങ്ങൾ വാതിൽക്ക് എത്തിയല്ലോ. അപ്പോൾ പായസത്തിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്യാൻ ഇതിലും നല്ല സമയം വേറെയില്ല. നല്ല മധുരമുള്ള ചുളയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത മധുരമുള്ള ചക്കയുടെ 15-20 ചുളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നല്ല കുനുകുനാന്നരിഞ്ഞ് കുക്കറിൽ ഒരു 1/2 മുതൽ 3/4 കപ്പ് വെള്ളം വെച്ച് 3 മുതൽ 4 വിസിൽ കേൾക്കുന്നവരെ വെച്ച് വേവിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് തേങ്ങാപ്പാലാണ്. അപ്പം ഞാൻ ഇവിടെ ഒരു 2 കപ്പ് രണ്ടാം പാലാണ് വെന്ത ചക്കയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഏത് ശർക്കര പായസവും റിച്ച് ആക്കുന്നതിൽ മെയിൻ പങ്ക് വഹിക്കുന്നത് തേങ്ങാപ്പാലാണല്ലോ. അപ്പോൾ ഞാൻ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒരു തവി കൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലിൽ കിടന്ന ചക്ക ഇങ്ങനെ വെന്ത് വരുമ്പോൾ ചക്കയുടെ ടേസ്റ്റ് തന്നെ വേറൊരു ലെവലിലെത്തും. അപ്പോൾ കുക്കിങ്ങിൽ വലിയ എക്സ്പേർട്ട് ഒന്നും അല്ലാത്തവർക്കും ബാച്ചിലേഴ്സ് ആയിട്ട് നിൽക്കുന്നവർക്കും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ ചക്ക തേങ്ങാപ്പാലിൽ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന ശർക്കര പാനി തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു 2 ഉണ്ട ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് പാനിയാക്കി എടുക്കുന്നുണ്ട്. ഇനി തയ്യാറാക്കി എടുത്ത ശർക്കര പാനി തിളച്ചുകൊണ്ടിരിക്കുന്ന ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കര പാനി കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ല വെന്ത് വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആ തേങ്ങാപ്പാലും ശർക്കരയിലും കിടന്ന് ചക്ക നന്നായിട്ട് നല്ല കുറുകി വരണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് കൂടി ഒഴിച്ച് നമുക്ക് ഈ ചക്ക നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ചക്ക നന്നായിട്ട് വഴണ്ട് ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. അതിലൊഴിച്ചിരുന്ന ശർക്കര പാനിയും തേങ്ങാപ്പാലും എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു തേങ്ങയുടെ 1-ാം പാലാണ്. അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഒരു തിള വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരുപാട് തിളപ്പിക്കരുതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. പായസം പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ചുക്കുപൊടിയും 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു തിള വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അടുപ്പ് ഓഫ് ചെയ്യാം. അടിപൊളി ടേസ്റ്റിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചക്ക പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അയ്യോ കഴിഞ്ഞിട്ടില്ല, അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. നല്ല നെയ്യിൽ കുറച്ച് കശുവണ്ടി മൂപ്പിച്ചെടുത്ത് അതുകൂടി ചേർത്ത് കൊടുത്താൽ സ്വാദിഷ്ടമായ ചക്ക പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു സെർവിങ് ഗ്ലാസ്സിലേക്കോ ബൗളിലേക്കോ ഇത് വിളമ്പി ആസ്വദിച്ച് കുടിച്ചു നോക്കാം. ഞാനിത് ആദ്യം കൊടുത്തത് റെസിപ്പി പറഞ്ഞതെന്ന് എൻ്റെ അമ്മൂമ്മയ്ക്ക് തന്നെയാണ് കേട്ടോ. അമ്മൂമ്മയ്ക്ക് നല്ല ഇഷ്ടമായി. നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ ഈ പായസത്തിന് ടേസ്റ്റ് കൂടുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അല്ലേ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എന്നോട് അഭിപ്രായവും പറയണം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള കുക്കിംഗ് റെസിപ്പീസും ട്രാവലും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തതാണ് എൻ്റെ ഈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനലിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിലുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു കലക്കൻ ഓണാശംസകൾ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം. ബൈ.